ഇന്ന് നല്ല മഴയായതുകൊണ്ട് കുട്ടികൾക്ക് ലീവാണ്. അപ്പം നമ്മളെന്ത് ചെയ്താലേവാ നേരെ കൊട്ടിയൂരേക്ക് പ്ലാൻ ചെയ്ത് ഇതാ വീട്ടിലാണ്. നമ്മളൊരു യാത്ര പോകുമ്പോഴല്ല തിരക്കിട്ടൊന്നും പോലെ ഏട്ടാ. മെല്ലെ വണ്ടി ഓടിച്ച് മക്കളെപ്പുറം കളിച്ച് വർത്താനം പറഞ്ഞ് അങ്ങ് എത്തുന്ന അറിയില്ല ഏട്ടാ. മക്കൾ പറയൂ, ഓ ഇത്ര പെട്ടെന്ന് സ്ഥലത്തിയൊന്നാ സാധാരണ ചോദിക്കുക ഏട്ടാ. പിന്നെ അച്ചോട്ട് നടുക്കിരുന്നതിനാരേവാ ഇതാ പപ്പയും മമ്മിയും അങ്ങോട്ട് തൊട്ടുവിടാ. പപ്പേൻ്റെ കൈ തൊടാനും മമ്മീൻ്റെ കൈ തൊടാനും അച്ചൂട്ടൻ വിടൂല. ഇതാണ് അച്ചൂട്ടൻ്റെ സ്ഥിരം പരിപാടി കേട്ടാ. വീട്ടിൽ നിന്നായാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കുറച്ച് അടുത്ത് നിന്നുണ്ടല്ല അപ്പം വരും അതിൻ്റെ ഇടയിൽ. അപ്പം നമ്മൾ യാത്ര ചെയ്താൽ പാട്ടെല്ലാം വെച്ച് ഒച്ചപ്പാടെല്ലാക്കിയിട്ട് ഇങ്ങനെ പോവുകയെ. അതുകൊണ്ടൊരു ഗുണമുണ്ടെന്ന് വെച്ചാൽ മക്കൾ ഛർദ്ദിക്കൂല. അപ്പം നമ്മൾ ലൊക്കേഷനും വെച്ച് അത് നോക്കിയിട്ടാണ് യാത്ര. എനിക്ക് റൂട്ടൊന്നും കൃത്യമായിട്ട് അറിയില്ല കേട്ടാ. എവിടെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലൊക്കേഷൻ നോക്കാൻ പറ്റുന്നുണ്ടല്ല. ആരോടും വഴിയും ചോദിക്കണ്ട, ഒരു ടെൻഷനും ഇല്ല, അടിച്ചങ്ങ് വിടാ കേട്ടാ. ഏതായാലും നമ്മൾ കൊട്ടിയൂർ എത്താനായി നോക്കിയാട്ടെ. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമ്മളിപ്പോൾ സ്ഥലത്തെത്തി കേട്ടാ. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. സാധാരണ വെച്ചാൽ ഭയങ്കര തിരക്കാന്ന്, വണ്ടി 10 കിലോമീറ്റർ ഇപ്പം ബ്ലോക്ക് എന്നല്ലെന്ന് പറയല്. പക്ഷെ നമുക്ക് ബ്ലോക്ക് ഉണ്ടായിട്ടില്ല, നല്ല പാർക്കിംഗ് കിട്ടി, കുഴപ്പമില്ല. കൊട്ടിയൂർ ആ ഒരു വൈബ് നോക്കിയാട്ടെ. ആ ഓടപ്പൂവും ആ കാടും മരങ്ങളിലായിട്ട് എന്താ രസം എന്നറിയാവുക. ശരിക്കും നമ്മൾ വയനാട്ടിലെ കാലാവസ്ഥ നട്ടോ ഇവിടെ. നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട്, ചെറിയ മഴയുണ്ട് നോക്കിയാട്ടെ. നമ്മളിപ്പോൾ നടന്നിട്ട് അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പാലെല്ലാം കിടക്കണം, എന്നിട്ട് വേണം അപ്പുറത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ അരുവി കണ്ട മഴയായതുകൊണ്ട് മൊത്തം കലക്കാന്ന് കേട്ടാ. പക്ഷെ കലക്കുന്നേ ഉള്ളേ, വെള്ളം അങ്ങനെ കേടൊന്നുമില്ല. അതായത് വേറെ വൃത്തികേടും കാര്യമൊന്നും വരില്ല. മലേൻ്റെ മുകളിൽ വരുന്നല്ലേ, നല്ല നീറ്റ് വെള്ളമാണ്. കുറച്ച് മണ്ണ് കലക്ക്, അത്രയേ ഉള്ളൂ. മണ്ണ് വെള്ളം അത്ര മോശം നല്ലതാണ് എൻ്റെ അഭിപ്രായം. കുട്ടികളൊക്കെ മണ്ണ് കളിച്ച് വളരണം എന്ന് പറയുന്നില്ലേ, അപ്പോൾ മണ്ണ് വെള്ളം നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭയങ്കര മഴയുണ്ടാകുന്ന വെച്ചിട്ട് മക്കളിതാ കോട്ടലിട്ട് വന്ന കേട്ടാ. ഇത് സ്കൂളിൽ ലീവ് തന്നെ ഉണ്ടല്ല, മഴ കൂടുതലാവെന്ന് പറഞ്ഞിട്ടാണ് സ്കൂളിൻ്റെ ലീവ് കൊടുത്തത്. പക്ഷേങ്കിൽ ഈടെ മഴയൊന്നുമില്ല കേട്ടാ. എന്തോ നമുക്ക് നല്ല ടൈമാണ്. ചെറിയൊരു പാറൽ മാത്രമേ ഉള്ളൂ നോക്കിയട്ടെ. കൊട്ടിയൂരേക്ക് പോകുന്ന വഴി നോക്കിയട്ടെ, വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അതിലേക്കൂടെ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നല്ലൊരു വൈബാണ് ഇവിടെ നോക്കിയട്ടെ. ഒരു പഴമ അങ്ങനെ തന്നെ നിലനിർത്തിനേട്ടാ. ഇവിടെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒന്നുമില്ല, ഇപ്പം തിരക്ക് കൂടിയതുകൊണ്ട് ഇവിടെ ഇരുമ്പിൻ്റെ ഒരു പാലാക്കിനി. ബാക്കിയെല്ലാം നോക്കിയട്ടെ നല്ല നാച്ചുറലാണ് സംഗതി കേട്ടാ. മൊത്തം ഓലപ്പുര, ഒരു പഴയ കാലഘട്ടമാണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുക. പണ്ട് കാലത്ത് യാഗമൊക്കെ നടക്കുന്ന സ്ഥലമുണ്ടല്ല, അതേ ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇവിടെയുള്ളത്. നമ്മൾ വരുന്നിടക്ക് തന്നെ വലിയ ക്യൂ ഉണ്ടായിട്ടാ. നമ്മൾ ക്യൂ നിൽക്കാൻ നിന്നിട്ടില്ല, കാരണം ഭയങ്കര തിക്കും തിരക്കാണ് ക്യൂവിൽ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തേക്കൂടെ അങ്ങ് കയറി പോയത്. അപ്പം നമ്മളിതിപ്പോൾ യാഗം നടക്കുന്ന സ്ഥലത്തിന് പ്രദക്ഷിണം വെക്കുക. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് ഇവിടുന്ന് എങ്ങനെയാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞ് അപ്പുറം പോയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി, സ്പെഷ്യൽ ടിക്കറ്റ് എടുത്താൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഞാൻ പോയി സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കേട്ടാ. ടിക്കറ്റിൻ്റെ പൈസ കേട്ടപ്പോൾ ഞെട്ടി. ഒരാൾക്ക് 1000, അങ്ങനെ രണ്ടാൾക്ക് 2000 രൂപ കേട്ടാ. എന്തായാലും കുട്ടിയൊക്കെ അവർ ടിക്കറ്റ് മുടിച്ചിട്ടില്ല, അത് ഏതായാലും നന്നായി കേട്ടാ. അപ്പം നോക്കിയട്ടെ, ഈ സ്ഥലം നോക്കിയാൽ മൊത്തം തിരക്കാവുന്ന ആൾക്കാർ. നമ്മളപ്പോൾ ഇതാ ക്യൂലാവുള്ള. പിന്നെ ഇതാ വെള്ളത്തിലാണ് കേട്ടാ ക്യൂ. ശ്രുതി നോക്കിയട്ടെ, വെള്ളം ചവിട്ടാണ് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ട്. എന്തായാലും ക്യൂ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. ഈ വെള്ളത്തിൽ ഇതാ മക്കളെല്ലാം നോക്കിയട്ടെ കളിയാണ് ഇടുന്നത് കേട്ടാ. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി ദർശനം നടത്തി. ഇതാ അവിടുന്ന് കിട്ടുന്ന ഒരു പ്രസാദം ഇതേ ഉള്ളൂ, ചന്ദനം. ഇവിടെ തന്നെ തയ്ക്കുന്ന ചന്ദനമാണ് നാച്ചുറൽ. അപ്പോൾ അതും വാങ്ങി നമ്മൾ ഇറങ്ങി. ഇതാ കുറച്ച് ഇപ്പുറത്തും ഇത് കണ്ട ചാക്യാർ കൂത്ത്, ആ പഴയ കാലത്തുള്ള ചാക്യാർ കൂത്താണ് ഈ സംഗതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടപ്പോൾ തന്നെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് കൊട്ടിയൂർ പോയവരൊന്നും ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടാ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദർശനം കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലമൊന്ന് ചുറ്റി കേട്ടാ. അപ്പോൾ അതിൻ്റെ മുകളിൽ പോകുമ്പോൾ അവിടെ ഉണ്ട് 2 ആന കേട്ടാ, നല്ല സുന്ദരൻ ആനകളെ. നമ്മളിപ്പോൾ മുകൾ ഭാഗത്ത് നിന്നിട്ട് അവിടെ നിന്ന് എടുത്ത വീഡിയോ നോക്കിയാട്ടെ. ഇതാണ് കൊട്ടിയൂർ അമ്പലം കേട്ടാ. മൊത്തം ഓലേനെ കൊണ്ട് കെട്ടിയ നല്ല ഇടയ്ക്ക് മക്കൾ നോക്കിയാട്ടെ ഇതാ കല്ലട്ടി വെക്കുന്നത്. ഇത് ഇവിടുത്തെ ചടങ്ങ കാര്യമാണെന്നൊന്നും അറിയില്ല കേട്ടാ. പക്ഷേങ്കിൽ ഇതൊരു വൈബ് തന്നെ കേട്ടാ. ഞാൻ പറഞ്ഞ് മക്കൾ ഇങ്ങനെയെല്ലാം ചെയ്യട്ടെ. ഇവർക്കുണ്ടല്ലോ കുറേ കൊല്ലം കഴിയുമ്പോൾ ഓർമ്മയുണ്ടാവും, നമ്മൾ അവിടെ പോയിട്ട് ആ കല്ലട്ടി വെച്ചത് ഓർമ്മയുണ്ടാവുമെന്നെല്ലാം പറഞ്ഞിട്ട്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു വൈബ്, അതൊരു നൊസ്റ്റാൾജിയാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഓർമ്മിക്കാൻ വേണ്ടിയുള്ള സംഗതിയാണ്. ഓരോ അമ്പലത്തിലുള്ള ഓരോ ചടങ്ങാണ് ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളെപ്പോൾ ആകർഷിക്കുന്നതും നമ്മളെ മെമ്മറിയിൽ നിൽക്കുന്നതും ഇങ്ങനെയുള്ള ചടങ്ങ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ചടങ്ങ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അതൊക്കെ മനസ്സിൽ എപ്പോൾ നിലനിൽക്കും, അതെല്ലാം നമ്മളെ ഓർമ്മയിലുണ്ടാവും. നമ്മുടെ മനസ്സ് വേറൊരു തലത്തിലേക്ക് എത്തുന്നുള്ളതാണ് ഈ ചടങ്ങുകൾ കൊണ്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇപ്പുറം വന്ന് ഇതൊന്ന് മുങ്ങിക്കുളിക്കാന്ന് വെച്ചിട്ടാ. ചെറിയ മഴയുള്ളേ, അതുകൊണ്ട് ഒന്നും നനഞ്ഞിട്ടില്ല. കൊട്ടിയൂരിലൊന്നും നനഞ്ഞിട്ടില്ല, ഒന്ന് നനഞ്ഞ് കുളിക്കണം. ഇവിടുന്ന് മഴ കൊണ്ടാൽ പനിക്കൂല എന്ന് പറയുന്നത് കേട്ടാ. അങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ നമ്മൾ വന്നാൽ നനഞ്ഞ് കുളിച്ചിട്ടാ പോക്ക് കേട്ടാ. ഏതായാലും മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ അരുവിയിൽ വന്ന് നല്ല മുങ്ങി കുളിച്ചേ. നല്ല തണുത്ത വെള്ളം, നല്ല ഒഴുക്കുണ്ടായിന് കേട്ടാ. എന്നാലും വെള്ളം നല്ല നീറ്റ് വെള്ളം കേട്ടാ, സ്മെല്ലോ കാര്യമൊന്നും ഇല്ലാത്ത. ഞാൻ നേരത്തെ പറഞ്ഞ മണ്ണ് മാത്രമേ ഉള്ളൂ, നല്ല ശുദ്ധമായ വെള്ളം. കുളിച്ച് ഇപ്പൊ ഒരു സുഖല്ലേ, ആ മഴയില്ലാത്തോണ്ടൊരു സുഖമില്ലേ. അതുകൊണ്ട് വെള്ളത്തിൽ പോയിട്ട് മുങ്ങിയപ്പോലെ ശരിക്കും എല്ലാ തണുപ്പ് കേട്ടോ. വെള്ളത്തിന്റെ തണുപ്പ് അടിപൊളിയാണ്, തണുത്ത് വിറക്കും. അച്ചൂട്ടാ അടിപൊളിയായിട്ടില്ല? ഇഷ്ടായിനാ? ഇഷ്ടായിനാ? കല്ല് ഉരച്ചിട്ട്
ചന്ദനാക്കി നെറ്റിക്കൊണ്ട് പോയി. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. അതാണ് പരിപാടി കേട്ടാ. ആ ജാനിങ്ങോ മോള് ഹാപ്പിയാ? ഹാപ്പി? ചന്ദനല്ല അതിവിടെ അട്ടിയൊക്കെ അടിച്ചാന്ന്. ആ ശരി. നമ്മളിപ്പോൾ ഇതാ നനഞ്ഞ കോലത്തിൽ തന്നെ കേട്ടാ, തുടച്ചിട്ടോ ഒന്നുമില്ല. ഇനി നേരെ ഇക്കരെ കൊട്ടിയൂരിലാന്ന് വന്നിട്ട് തൊഴണ്ട കേട്ടാ. ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുമ്പോണ്ടല്ല, അവിടെ കാണാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്. നല്ല നീട്ടുള്ളൊരു വഴി, അതിൻ്റെ ലാസ്റ്റ് നല്ല തലയെടുപ്പോടെ ഒരു നല്ലൊരു അമ്പലം കേട്ടാ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയാട്ടെ, ഇതാണ് ഇതിൻ്റെ കവാടം. ഇത് കണ്ട, ഇവിടെ നിന്ന് നീട്ടത്തിലാന്നേ. ഇപ്പുറത്തെ സൈഡ് മൊത്തം കാടാണ്, ഈ അമ്പലത്തിൻ്റെ ബാക്കും മൊത്തം കാടാണ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും വയനാട്ടെ സെയിം കാലാവസ്ഥയാണ് കേട്ടോ. ഇതാ ഒരുപാട് ആൾക്കാർ സൈഡിൽ അവിടെ ഇരുന്നിട്ടുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ശരിക്കും ഉച്ച സമയത്ത് ഇവിടെ വന്ന കേട്ടാ. ശരിക്കും രാവിലെ വന്നിട്ടുണ്ടല്ല, ഈ ഒരു ഫീലിംഗ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. നല്ല തണുപ്പുണ്ടാവും, അത്യാവശ്യം മൂടൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഈ സമയത്ത് ആയതുകൊണ്ട് ഇതാണ് കാലാവസ്ഥ. എന്നാലും ഞാൻ പറഞ്ഞില്ല, നല്ല തണുപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ചൂട്ടനിതാ ആ കല്ലിങ്ങനെ തയ്ച്ചിട്ട് ഒരു കുറി ഉണ്ടല്ലോ, അതിതാ മമ്മിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, പപ്പക്കും വെച്ച് തന്നെ കേട്ടാ. നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം. അത് കാണാൻ ഞാൻ വീഡിയോ കാണുമ്പോഴല്ലേ, നേരിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുത് നമ്മളിതാ അവിടെ നിന്ന് ഇറങ്ങിയ. ഇനി നമുക്ക് അടുത്ത പരിപാടി അറിയാമല്ല, ഇവിടുത്തെ ചന്തയാണ് കേട്ടാ. അപ്പോൾ ചന്തയിലേക്ക് ഒന്ന് പോയി കറങ്ങാം. ശ്രദ്ധിക്കും മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. ഞാൻ പറയും, എവിടെ പോയാലും ഒരേ ടൈപ്പ് സാധനം, ഒരേ ക്വാളിറ്റി സാധനമാണ് ഉണ്ടാവുക. നല്ല ക്വാളിറ്റി സാധനം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ചന്തയിലൊന്നും കിട്ടൽ പൊതുവെ കുറവാണ് കേട്ടാ. പക്ഷേ ഫാൻസി കുറേ ഐറ്റംസ് ഉണ്ടാവുന്നുണ്ട്, മോശമില്ലാത്ത നല്ല സാധനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ശ്രുതി അങ്ങനത്തെ ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കാൻ വേണ്ടി കയറിയിട്ടുള്ള. അപ്പോൾ നമ്മൾ അത്യാവശ്യം സാധനം വാങ്ങി കൊട്ടിയൂരിന്ന് നമ്മൾ ഇറങ്ങി കേട്ടാ. പിന്നെ കൊട്ടിയൂർ വരുമ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതറിഞ്ഞ് നമ്മളെ ഫോളോവേഴ്സ് 3-4 ആൾ നമ്മളെ വിളിച്ചിരുന്നേ. അപ്പം വിളിച്ചവരെല്ലാം നമ്മൾ നേരെ പോയി കണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ഈ ഒരു ചേച്ചിയാണ്, നമ്മളാരും നമ്മളെ നനഞ്ഞ ഡ്രസ്സൊന്നും മാറിയില്ലേ. അപ്പോൾ ഇവിടുന്ന് ഡ്രസ്സെല്ലാം മാറ്റി കുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രഷായി ഇവരോട് യാത്ര പറഞ്ഞ് നമ്മളിനി നേരെ നാട്ടിലേക്ക്.